നമസ്കാരം. സെലിബ്രിറ്റി ചാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പുതിയ എപ്പിസോഡ് പ്രസന്റ് ചെയ്യാനായി ഞാൻ രമേശ്. ഇന്നത്തെ സെലിബ്രിറ്റി ചാറ്റിൽ നമ്മുടെ അതിഥി എത്തിയിരിക്കുന്നത് ഗാർഡിയൻ ഏഞ്ചൽ എന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിലെ വിശേഷങ്ങളുമായി സജു എസ് ദാസ്. ചിത്രത്തിന്റെ സംവിധായകനും നായകനും സജുവേട്ടനാണ്. വെൽക്കം സജുവേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗാർഡിയൻ ഏഞ്ചൽ എന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം ഇപ്പോൾ വിജയപ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സോ ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു ഗാർഡിയൻ ഏഞ്ചലിലേക്ക് എത്തുന്നത്? ആസ് എൻ ആക്ടർ ആൻഡ് ഡയറക്ടർ ആയിട്ടാണ് ചെയ്തത്. ഇല്ല, ഗാർഡിയൻ ഏഞ്ചൽ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ആസ് എ റൈറ്റർ ആയിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഓണസ്റ്റ്ലി. കാരണം ഞങ്ങൾ ഗാർഡിയൻ ഏഞ്ചൽ സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യമായിട്ട് ഉദ്ദേശിച്ചപ്പം ഒരു ചെറിയൊരു കഥയാണ് ആദ്യം രൂപപ്പെട്ടു വന്നത്. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് ഗാർഡിയൻ ഏഞ്ചൽ അല്ലേ, അതാണ് ആദ്യത്തെ. എപ്പോഴും ഏത് സിനിമയും സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും സംവിധായകനിലോ നായകനിലോ നടനിലോ ഒന്നുമല്ല, അതിൻ്റെ എഴുത്തുകാരനിലാണ് എന്നും സ്റ്റാർട്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് എഴുതിയ ആളാണ് അതിൻ്റെ ആത്മാവ്. കാരണം അദ്ദേഹമാണ് ആദ്യം അതിനെ ഇപ്പം ഇങ്ങനൊരു സീൻ മനസ്സിൽ കണ്ട് അത് എഴുതുന്നത് ആ റൈറ്ററാണ്. അപ്പോൾ ഫസ്റ്റ് ഗാർഡിയൻ ഏഞ്ചൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നപ്പം ആദ്യം അതിൻ്റെ ഒരു തിരക്കഥ മോഡലിൽ വന്നു. ആദ്യം ചെറിയൊരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്. ആദ്യം ഒരു ഷോർട്ട് ഫിലിം വേർഷനായിരുന്നു പ്ലാൻ ചെയ്ത്. പിന്നെ ഷോർട്ട് ഫിലിം വേർഷൻ ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം, ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് എ മൂവി. അങ്ങനെ ഒന്നെന്ന് തുടങ്ങി. ഇറ്റ്സ് എ ഡ്രീം. സത്യം പറഞ്ഞാൽ ഒരിക്കലും സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയെ അല്ല ഞാൻ. ഓക്കെ, കാരണം ഞാൻ എൻ്റെ 12th ശേഷം ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു അറൗണ്ട് 16 years. സോ ഒരു പട്ടാള ജീവിതത്തിൽ നിന്ന് നേരെ സിനിമാ ലോകം എന്നുള്ളത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പാത്താണ്. പക്ഷെ നിയോഗിക്കപ്പെട്ട പോലെ സിനിമാ ലോകത്തേക്ക് വന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എവിടെ ചെന്നാലും നമ്മൾ പട്ടാളം പഠിപ്പിച്ചിരിക്കുന്നതാണ്, എവിടെ ചെന്നാലും യു പുട്ട് യുവർ 100%. ഡോണ്ട് ബോദർ അബൌട്ട് റിസൾട്ട്സ് ആൻഡ് ഓൾ, യു ഡു യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്റ്റ് വിൽ ഫോളോ. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ജീവിതത്തിൽ തന്നെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ഒരു തോട്ടമായിട്ട് വന്നപ്പോൾ ഒരു സിനിമ എന്നുള്ളൊരു സ്വപ്നം നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്തുകൊണ്ട് നമുക്കതിനെ ഒന്ന് സിനിമയാക്കി എടുത്തുവിടാം. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് മുന്നിലേക്ക് പോകാനുണ്ടായത് എന്നുള്ളതാണ് അതിൻ്റെ ഓണസ്റ്റ്ലി ഉള്ള ഒരു സത്യം. 2020 നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം ജനുവരി മുതൽ ഇപ്പോൾ വരെയുള്ള ഏകദേശം ഒരു 1500 കോടിയോളം ഇപ്പം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് വരുന്ന സിനിമകളൊക്കെ. അതുപോലെ തന്നെ കുറേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒരു ഫെന്റാസ്റ്റിക് ആയിട്ടുള്ള റൈറ്റിങ്സും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സോ ആസ് എ ഡയറക്ടർ എങ്ങനെയായിരുന്നു അതിൽ ഏറ്റവും വലിയൊരു ചാലഞ്ച് എങ്ങനെയായിരുന്നു? ലുക്ക്, ആക്ച്വലി അതിൽ 2 പോയിന്റിൽ ഒരു പോയിന്റ് കറക്റ്റ് പോയിന്റാണ്. നല്ല സിനിമകൾ വന്നു എന്നുള്ളത് ഡയറക്ടേഴ്സിൻ്റെ മിടുക്കുകൊണ്ടും നല്ല കഥകൾ വന്നതുകൊണ്ടും നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടും നല്ല സിനിമകൾ ഉണ്ടായി എന്നുള്ളത് സത്യം. പിന്നെ രണ്ടാമത്തെ പോയിന്റാണ് അത് ഹിറ്റായി എന്നുള്ളത്. അതിൽ എത്രത്തോളം വ്യക്തത ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്കങ്ങനെ തുറന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പല അലിഗേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, കാരണം ഇപ്പോൾ സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് രീതി തന്നെ മൊത്തത്തിൽ മാറി എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും 100 ദിവസം ഓടുന്ന സിനിമയുണ്ടോ? എവിടെയുമില്ല. ഈവൻ 50 ദിവസം പോലും ഹാർഡ്ലി ഒരു പടം ഓടിയാൽ ഓടി അല്ലേ. എന്നിട്ട് പോലും ഇത്രയും വലിയൊരു വിജയം, 100 കോടി 200 കോടി. സോ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ബട്ട് ഞാൻ ഒരിക്കലും അവരിൽ നിന്ന് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം ഓടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ്. മഞ്ഞുമൽ ബോയ്സ് ആയാലും പ്രേമലു, ആടുജീവിതം, രാജു ഒക്കെ അതൊന്നും ഒരിക്കലും മറ്റൊരാളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഫഹദിൻ്റെ ആവേശം, നമ്മളെല്ലാവരും ആവേശത്തിലേക്ക് കൊണ്ടുവന്നൊരു ഫിലിമാണ്. എല്ലാം ബ്രില്യൻറ്റ് ഫിലിംസാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ ഈ കോടികളുടെ കണക്ക് അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഓണസ്റ്റ്ലി. ശരിക്കും നമ്മൾ തമിഴായാലും തെലുങ്ക് പോലത്തെ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഒരുപാട് അസൂയ തോന്നിയ ആ ടൈമൊക്കെ ആയിരുന്നു. ബാഹുബലിയും KGF പോലുള്ള കന്നഡ ഇൻഡസ്ട്രിയൊക്കെ നമ്മൾ കണ്ടിട്ട്. പക്ഷെ ആ 100 കോടി നമ്മളൊരു ഡ്രീമായിട്ട് മാത്രമേ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ 2024 എല്ലാം മാറ്റിമറിച്ച ഒരു ടൈം തന്നെയായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ റൈറ്റിംഗ് തന്നെയാണ്. പണ്ട് മുതലേ ആ റൈറ്റിംഗ് ആയാലും അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലായാലും നമ്മുടെ ഇൻഡസ്ട്രീനായിരുന്നു മുമ്പിൽ ഉള്ളത്. അത് അന്യഭാഷാ ചിത്രം എല്ലാവരും ഈ മെയിനായിട്ട് തമിഴിലുള്ള റിവ്യൂസൊക്കെ മലയാളം ഇൻഡസ്ട്രി നോക്കി പഠിക്കുക എന്നുള്ളൊരു രീതിയിലേക്കായിരുന്നു നമ്മൾ മാറിയത്. അത് എങ്ങനെയായിരുന്നു ഒരു ഡയറക്ടറായിട്ട്? ഇല്ല, ആക്ച്വലി നോക്കി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളുടെ മലയാളം സിനിമകൾ മുന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സിനിമകളാണ്. ഇപ്പോൾ തന്നെ ഹിന്ദിയിൽ സൽമാനും ഷാറുഖും ഒക്കെ ചെയ്ത പടങ്ങളിൽ പലതും നമ്മളുടെ കഥകളാണ്.
ഇത് ഇന്നും ഒന്നിലെ സംഭവിച്ചൊരു സംഭവമല്ല അല്ലേ. എന്നും മലയാള സിനിമയ്ക്ക് ആ ഒരു അംഗീകാരം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ മാർക്കറ്റിംഗ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ടെക്നിക്ക് നമ്മളൊന്ന് മാറ്റി പിടിച്ചു. നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാവിധ കാര്യങ്ങളിലേക്കും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ഷൻ കൂടെ അതിലേക്ക് അഡാപ്റ്റ് ആയപ്പം അത് സ്വന്തം കാലിൽ തന്നെ മുന്നിലേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്ന ഒരു സംഭവം. എന്നും മലയാള സിനിമയിലെ റൈറ്റേഴ്സ്, അതിലെ അഭിനേതാക്കൾ, സംവിധായകന്മാർ എല്ലാം ഇന്ത്യയിലെ മുൻനിരയിൽ തന്നെ, നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, ആ ഒരു ശ്രേണി തൊട്ട് ഇപ്പം പൃഥ്വിരാജ്, ഫഹദ്, അവരുടെ എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അതുപോലെ പഴയ സംവിധായകർ, പുതിയ എല്ലാം മിടുമിടുക്കന്മാർ തന്നെയാണ്. അന്നും ഇന്നും എന്നും മലയാള സിനിമയുടെ കഥകൾക്കും ആ കൺസെപ്റ്റിനും ആ വാല്യൂ എന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളെ തന്നെ മുന്നിലേക്ക് വെക്കാൻ തുടങ്ങി. ആ ഒരു വിഷൻ നമ്മുടെ മലയാള സിനിമയെ നമ്മൾ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഇനി ഒരു ഡബ് വേർഷനിലേക്കോ അല്ലെങ്കിൽ ഒരു റീമേക്കിലേക്കോ പോവാതെ തന്നെ ലോകമെമ്പാടും ഇപ്പം നമ്മൾ കണ്ടില്ലേ, പല സിനിമകളും കേരളത്തിൽ മാത്രമല്ല റിലീസ്, ഇന്ത്യയിൽ മാത്രമല്ല റിലീസ്, വേൾഡ് വൈഡാണ് റിലീസ്. വേറെ ഈ പറഞ്ഞ പോലെ ബാഹുബലിയും അല്ലെങ്കിൽ വലിയ വലിയ ഫിലിംസ് മാത്രമായിരുന്നു ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും US ഒക്കെ റിലീസായിരുന്നു. പക്ഷെ ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയ പല ഫിലിംസും, ചെറിയ ഫിലിംസ് പോലും എല്ലാവിടേക്കും ചെന്ന് എത്താൻ തുടങ്ങി. അവിടെയുള്ള മലയാളികളിലേക്ക്, അവിടെയുള്ള പ്രേക്ഷകരിലേക്ക് ചെന്ന് എത്താൻ തുടങ്ങിയെന്നാണ് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ മൊത്തത്തിൽ മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു ഇത് പറഞ്ഞ ബെഞ്ച് മാർക്ക് തന്നെ, അതായത് ത്രില്ലർ ഫിലിംസ് ആൻഡ് പോലീസ് സബ്ജക്റ്റൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അന്യ ലാംഗ്വേജസിലുള്ളത്. അപ്പോൾ അവർ നമ്മുടെ ലാംഗ്വേജസിനെ കുറിച്ചും ഒരുപാട് മെയിനായിട്ട് ത്രില്ലർ എക്സ്പേർട്സ് തന്നെ വേണമെങ്കിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രീനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഗാർഡിയൻ ഏഞ്ചൽ ഒരു പോലീസ് ക്യാരക്ടർ തന്നെയായിരുന്നു സജോട്ടൻ അതിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ക്യാരക്ടറിനെ കുറിച്ച് അതിൽ എത്രത്തോളം സ്ട്രെയിൻ ഉണ്ടായിരുന്നു, മീൻസ് ഈ ആക്ഷൻ സീൻസും ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യത്തിലൊക്കെ എത്രത്തോളം സ്ട്രെയിൻ ഉണ്ടായിരുന്നു? ഡെഫിനറ്റ്ലി ബീയിങ് ആൻ ആക്ടർ ആൻഡ് എ ഡയറക്ടർ അറ്റ് ദി സെയിം ടൈം ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്, എസ്പെഷ്യലി വെൻ യു ആർ ലീഡിങ്. കാരണം ഇപ്പം ക്യാമറയ്ക്ക് ബാക്കിൽ നിന്ന് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു, ഓടി വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് തികച്ചും വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തിയായി മാറി അത് ഷൂട്ട് ചെയ്യിക്കുന്നു. വീണ്ടും തിരിച്ചു പോയിട്ട് അതിൽ പോയിട്ട് നമ്മൾ സ്ക്രീനിൽ പോയി നോക്കുന്നു, വെദർ ഇറ്റ് ഹാസ് ബീൻ ഡൺ, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയാണോ വന്നിരിക്കുന്നത് നോക്കുന്നത്. ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ കുറേയധികം നല്ല നല്ല ഡയറക്ടേഴ്സ്, അഭിനേതാക്കളും ആണെന്നുള്ളത് ഒരു വലിയ കഴിവാണ്. ഞാൻ അവരെ ഒരുപാട് പേരെ റോൾ മോഡലായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് ആര് തന്നെയായാലും ശരി, ബിക്കോസ് ഇറ്റ്സ് വെരി ടഫ്. മറ്റത് പറഞ്ഞു കൊടുത്ത് നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതും സ്വയം പെർഫോം ചെയ്യുന്നതും തമ്മിൽ നല്ലൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. ബട്ട് ഫോർ മീ നമ്മൾ പട്ടാളത്തിൽ പോകുമ്പം നമ്മുടെ ഏറ്റവും ടഫ് പീരീഡ് ഏതായിരിക്കും? ഒരു ട്രെയിനിങ്. കാരണം നമ്മുടെ ഏറ്റവും ടഫസ്റ്റ് സിറ്റുവേഷനിലൂടെ നമ്മളെ കടത്തിവിടും. പിന്നീടുള്ള ടഫൊക്കെ ഒന്നുകിൽ നമുക്കതൊരു ശീലമായി കാണും, അല്ലെങ്കിൽ നമുക്കതൊരു വിഷയമല്ല എന്നുള്ള രീതിയിലായി കാണും. അപ്പോൾ സോ ദിസ് മൂവി ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഒരു പ്രൊഡക്ഷൻ കമ്പനി ഏകദേശം ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്ത്, ഡയറക്ഷൻ, റൈറ്റിംഗ് ആൻഡ് ഹീറോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയതൊരു വലിയൊരു എക്സ്പോഷറാണ്. നമുക്ക് ഓരോ കാര്യത്തിലും നമ്മുടെ സിനിമയിലുള്ള ചെറുത് തൊട്ട് വലിയ കാര്യങ്ങൾ വരെയുള്ള, എന്ന് വെച്ചാൽ ഒരു സ്പോട്ട് ബോയ്ക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് തുടങ്ങി നമുക്കൊരു പ്രൊഡക്ഷൻ ഹൗസിന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് വരെ മനസ്സിലാക്കാൻ. കാരണം നാളെ ഞാനൊരു ഡയറക്ടറായിട്ടോ മറ്റൊരു ഹീറോ ആയിട്ടോ വർക്ക് ചെയ്യുമ്പം മറ്റൊരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിഷമം എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ നോർമലായിട്ട് അഭിനയിക്കാൻ മാത്രം ചെല്ലുകയാണെങ്കിൽ ഒരു പക്ഷെ മനസ്സിലാവില്ല. ആ പ്രാക്ടിക്കാലിറ്റി എന്താണ് അല്ലേ, അതെന്തായാലും മനസ്സിലാവില്ല. പക്ഷെ കുറേ അഭിനയിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ബട്ട് ഫോർ മീ ഈ ഒരൊറ്റ മൂവി കൊണ്ട് തന്നെ അത് അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സോ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ ചാലഞ്ച്, യുനോ. പക്ഷേ ഈ പറഞ്ഞ പോലെ റൈറ്റർ ഞാനായതുകൊണ്ട് കുറേ കാര്യങ്ങൾ മുന്നേ തന്നെ നമ്മുടെ മനസ്സിലുണ്ട്. ഇതിങ്ങനെ വേണം, ഈ ഷോട്ട് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആംബിയൻസ് ഇങ്ങനെ വേണം, ഇതിൻ്റെ ആർട്ട് വർക്ക് ഇങ്ങനെ വേണം. അപ്പോൾ അതിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി എന്ന് വേണം പറയാം.